ഇതുവരെ നമ്മൾ ദേവിയുടെ 392 നാമങ്ങൾ കണ്ടു കഴിഞ്ഞു. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ യൂട്യൂബിൽ കമൻ്റായി ചേർക്കുവാൻ താൽപ്പര്യപ്പെടുന്നു. ഈ വീഡിയോകൾ കൂടുതൽ പേരിലേക്ക് എത്തിക്കുവാനും അഭ്യർത്ഥിക്കുന്നു. ഇന്ന് നമുക്ക് 393 മുതൽ 423 വരെയുള്ള നാമങ്ങൾ പരിശോധിക്കാം. 86 ശ്ലോകം. പ്രഭാവതി പ്രഭാരൂപ പ്രസിദ്ധ പരമേശ്വരി മൂലപ്രകൃതിരവ്യക്താവ്യക്താവ്യക്തസ്വരൂപിണി. പ്രഭാവതി, അത്യധികം ശോഭയോടുകൂടിയവളാണ് ദേവി എന്നാണ് ഈ നാമം ദേവിയെ വിശേഷിപ്പിക്കുന്നത്. ദേവിയുടെ ദിവ്യ ശരീരത്തിൽ നിന്നുണ്ടാകുന്ന കിരണങ്ങൾ അണിമ, മഹിമ തുടങ്ങിയ സിദ്ധികളായി ദേവിയെ ഭജിക്കുന്നു എന്നാണ് പറയുന്നത്. പ്രഭാരൂപ, ദേവി പ്രഭയുടെ രൂപത്തോടു കൂടിയവളാണെന്നാണ് ഇതുകൊണ്ട് അർത്ഥമാക്കുന്നത്. പ്രസിദ്ധ, പ്രകർഷേണ സിദ്ധയായവൾ എന്നാണ് ഈ നാമത്തിൻ്റെ അർത്ഥം. ദേവി എല്ലാവരാലും അറിയപ്പെടുന്നവളാണ്, അതുകൊണ്ട് തന്നെ പ്രസിദ്ധയാണ്. പരമേശ്വരി, പരമമായ ഈശ്വരി, സർവശ്രേഷ്ഠയായ ഈശ്വരി, പരമേശ്വരൻ്റെ പത്നി എന്നൊക്കെ ഈ നാമം കൊണ്ട് ദേവിയെ വിശേഷിപ്പിക്കാവുന്നതാണ്. ശ്രീ രാജരാജേശ്വരൻ്റെ പട്ടമഹർഷിയാണ് ദേവി. മൂലപ്രകൃതിരവ്യക്ത, മൂലപ്രകൃതിരവ്യക്ത എന്നതിനെ രണ്ടായി തിരിച്ചു വേണം മനസ്സിലാക്കാൻ. മൂലപ്രകൃതി എന്നും അവ്യക്ത എന്നും. മൂലപ്രകൃതി, സൃഷ്ടിക്ക് മൂലഭൂതമാകുന്നവൾ, കുണ്ടലിനീ രൂപമായവൾ, ബ്രഹ്മസ്വരൂപിണി, ശ്രീവിദ്യാമന്ത്രത്തിൻ്റെ ഉത്ഭവമായവൾ എന്നൊക്കെ ഈ നാമം ദേവിയെ വിശേഷിപ്പിക്കുന്നു. അവ്യക്ത, വ്യക്തമല്ലാത്തവളാണ് ദേവി. ഇത്രയൊക്കെ വർണ്ണിച്ചു കഴിഞ്ഞിട്ടും ദേവിയുടെ മുഴുവൻ രൂപവും വ്യക്തമായിട്ടില്ല എന്ന് വേണം ഇതുകൊണ്ട് കണക്കാക്കാൻ. പര എന്ന നാമത്തിൽ ദേവിയെ കാരണബിന്ദുവിൻ്റെ ആവിർഭാവം എന്ന് പറഞ്ഞിരുന്നു. അതുതന്നെ അവ്യക്തമാണ് എന്ന് പറയുന്നു. വ്യക്താവ്യക്ത സ്വരൂപിണി, ഈ നാമത്തെയും വ്യക്ത, അവ്യക്ത, സ്വരൂപിണി എന്ന് മൂന്നായി വേണം മനസ്സിലാക്കാൻ. വ്യക്ത, അവ്യക്ത, സ്വരൂപിണി എന്ന് വേണം. അതായത് വ്യക്തവും പ്രത്യക്ഷവും അവ്യക്തവും അപ്രത്യക്ഷവും ആയവളാണ് എന്ന് ഈ നാമം ദേവിയെ വിശേഷിപ്പിക്കുന്നു. വ്യക്തമായ വസ്തുക്കൾ ഇന്ദ്രിയങ്ങൾക്ക് അറിയുവാൻ കഴിയുന്നവയാണ്. ഇന്ദ്രിയാനുഭവമില്ലാത്തവ അവ്യക്തവുമാണ്. ആൽമരം വ്യക്തവും വിത്തിനകത്തുള്ള ആൽമരത്തിൻ്റെ സൂക്ഷ്മതത്വം അവ്യക്തവുമാണ്. സൃഷ്ടി വ്യക്തവും സൃഷ്ടിയിൽ നിന്നുണ്ടായ അഹങ്കാരം അവ്യക്തവുമാണ്. ഇങ്ങനെ വ്യക്തവും അവ്യക്തവുമായ സ്വരൂപത്തോടു കൂടിയവളാണ് ദേവി. 87 ശ്ലോകം. വ്യാപിനി വിവിധാകാര വിദ്യാവിദ്യാസ്വരൂപിണി മഹാകാമേശനയന കുമുദാഹ്ലാദ കൗമുദി. വ്യാപിനി, എല്ലായിടത്തും വ്യാപിച്ചു കിടക്കുന്നവൾ, അതായത് സർവവ്യാപി എന്നാണ് ദേവിയെ വിശേഷിപ്പിക്കുന്നത്. ഇത് ലളിതാ സഹസ്രനാമത്തിലെ 400ാമത്തെ നാമമാണ്. 4ാം ശതകം കഴിഞ്ഞു. വിവിധാകാര, ദേവി പല പല രൂപങ്ങളോട് കൂടിയവളാണ് എന്ന് ഈ നാമത്തിൽ വിശേഷിപ്പിക്കുന്നു. സ്ഥാവരം, ജംഗമം, ദേവന്മാർ, മനുഷ്യന്മാർ, പ്രാണികൾ, കല്ല്, മണ്ണ്, ചെടികൾ, മരങ്ങൾ എന്നിവയിലെല്ലാം ദേവി തന്നെയാണ് എന്നതിനാൽ ദേവി വിവിധ രൂപങ്ങളിലുണ്ട് എന്ന് കാണാം. വിദ്യാവിദ്യാസ്വരൂപിണി, ഈ നാമത്തിനെയും വിദ്യ, അവിദ്യ, സ്വരൂപിണി എന്ന രീതിയിൽ വേണം മനസ്സിലാക്കുവാനും ചൊല്ലുവാനും. ദേവി വിദ്യയും അവിദ്യയുമാകുന്ന സ്വരൂപത്തോടു കൂടിയവളാണ് എന്ന് ഈ നാമം കൊണ്ട് അർത്ഥമാക്കുന്നു. ദേവിയുടെ 2 രൂപങ്ങളാണ് വിദ്യയും അവിദ്യയുമെന്ന് ദേവി ഭാഗവതത്തിലും പറയുന്നു. വിദ്യ കൊണ്ട് മനുഷ്യൻ മുക്തനാവുകയും അവിദ്യ കൊണ്ട് മനുഷ്യൻ ബന്ധനത്തിൽ കുടുങ്ങുകയും ചെയ്യുമെന്ന് പറയുന്നു. മഹാകാമേശനയന കുമുദാഹ്ലാദ കൗമുദി. കുമുദമെന്നാൽ ചുവന്ന താമരപ്പൂവാണ്. ആമ്പൽപ്പൂവെന്നും അർത്ഥം വരുന്നു. മഹാകാമേശൻ എന്നാൽ പരമേശ്വരനാണല്ലോ. കൗമുദം എന്നാൽ കാർത്തിക മാസത്തിലെ ചന്ദ്രിക എന്ന് പറയുന്നു. അപ്പോൾ ഈ നാമം കൊണ്ട് ദേവി മഹാദേവൻ്റെ ആമ്പൽപ്പൂ പോലുള്ള കണ്ണുകൾക്ക് ആഹ്ലാദം, അതായത് ആനന്ദം നൽകുന്ന ചന്ദ്രികയാണെന്ന് വിശേഷിപ്പിക്കുന്നു. 88 ശ്ലോകം. ഭക്തഹാർദതമോഭേദ ഭാനുമത് ഭാനുസന്തതി ശിവദൂതി ശിവാരാധ്യ ശിവമൂർത്തി ശിവങ്കരി. ഭക്തഹാർദ തമോഭേദ ഭാനുമത് ഭാനുസന്തതി. സൂര്യൻ തൻ്റെ കിരണങ്ങളാൽ ഇരുട്ടിനെ, അതായത് തമസ്സിനെ അകറ്റുന്നത് പോലെ
ദേവി തൻ്റെ ഭക്തന്മാരുടെ മനസ്സിലെ, അതായത് ഹൃദയത്തിലെ അജ്ഞാനമാകുന്ന അന്ധകാരത്തെ നീക്കം ചെയ്യുന്ന സൂര്യകിരണം പോലെയാണ് എന്നാണ് ഇവിടെ വിശേഷിപ്പിക്കുന്നത്. ശിവദൂതി, ശിവനെ ദൂതനാക്കിയവളാണ് ദേവി എന്നാണ് ഈ നാമം കൊണ്ട് അർത്ഥമാക്കുന്നത്. ദേവീമഹാത്മ്യത്തിലെ 8-ാം അധ്യായത്തിൽ രക്തബീജൻ എന്ന അസുരൻ്റെ വരവിന് മുൻപ് ചണ്ഡികാശക്തി ഉത്ഭവിച്ച് ശിവനെ സുംഭൻ എന്ന അസുരൻ്റെ അടുത്തേക്ക് ദൂതനായി അയച്ചുവെന്ന് വിവരിച്ചിരിക്കുന്നു. ശിവനാണ് ദൗത്യം പറഞ്ഞു കൊടുത്തത്. ആ ശിവനെ തന്നെ ദൂതനായി ദേവി പറഞ്ഞയച്ചു എന്നതുകൊണ്ട് ദേവിയെ ശിവദൂതി എന്ന് വിളിക്കുന്നു. ശിവാരാധ്യ, ഈ നാമം ദേവിയെ ശിവനാൽ ആരാധിക്കപ്പെടുവാൻ യോഗ്യയായവൾ എന്ന് വിശേഷിപ്പിക്കുന്നു. ശിവനെ ആരാധിക്കുന്ന ദേവി എന്ന് പറഞ്ഞാലും തെറ്റില്ല. ജംബുകേശ്വര ക്ഷേത്രത്തിൽ ദേവി ശിവനെ ആരാധിക്കുന്നതായി കാണാം. ശിവമൂർത്തി ശിവങ്കരി, ഈ നാമം ശിവമൂർത്തി എന്നും ശിവങ്കരി എന്നും മനസ്സിലാക്കണം. ശിവമൂർത്തി എന്നാൽ ശിവ തന്നെ സ്വരൂപമായവൾ, മംഗളസ്വരൂപിണി എന്നെല്ലാം അർത്ഥമുണ്ട്. രുദ്രനും, അതായത് ശിവൻ, ദേവിയും വ്യത്യസ്തരല്ല എന്ന് നമ്മൾ നേരത്തെ മനസ്സിലാക്കിയിട്ടുണ്ടല്ലോ. ശിവയ്ക്ക് മംഗളസ്വരൂപിണി എന്നും മൂർത്തിക്ക് ആകൃതി എന്നും അർത്ഥമെടുത്താൽ ശിവമൂർത്തി മംഗളസ്വരൂപിണിയാണ് എന്ന് മനസ്സിലാക്കാം. ശിവങ്കരി, ശിവത്തെ ചെയ്യുന്നവൾ, മംഗളം നൽകുന്നവൾ എന്നൊക്കെ ഈ നാമത്തിൽ ദേവിയെ വിശേഷിപ്പിക്കുന്നു. ശിവം കരോതി എന്നെടുത്താൽ ഉപാസകനെ ശിവനാക്കി തീർക്കുന്നവളാണ് ദേവി എന്നും പറയാം. ശിവങ്കരി എന്നാൽ ശ്രേയസ്സും പ്രേയസ്സും നൽകുന്നവൾ എന്ന് അർത്ഥം കാണാം. 89-ാം ശ്ലോകം. ശിവപ്രിയ ശിവപര ശിഷ്ടേഷ്ടാ ശിഷ്ടപൂജിത അപ്രമേയ സ്വപ്രകാശ മനോവാചാമഗോചര. ശിവപ്രിയ, ശിവന് പ്രിയമായിട്ടുള്ളവൾ, ശിവൻ പ്രിയമായിട്ടുള്ളവൾ എന്നൊക്കെ നാമത്തിന് അർത്ഥമുണ്ട്. ശിവപര, ശിവനിൽ അതിതാൽപര്യമുള്ളവൾ, ശിവനേക്കാൾ ശ്രേഷ്ഠയായവൾ, ശിവനെ തൻ്റെ ഭക്തന്മാർക്ക് ദൃശ്യമാക്കുന്നവൾ എന്നൊക്കെ നാമത്തിൽ ദേവിയെ വിശേഷിപ്പിക്കുന്നു. ശിവൻ്റെ അപദാനങ്ങൾ കേൾക്കുന്നതിൽ ഏറ്റവും ആനന്ദം ദേവിക്കാണെന്ന് പറയുന്നു. ശിവസ്യ പര എന്ന് വ്യാഖ്യാനിച്ചാൽ ഈ നാമത്തിന് ശിവനേക്കാൾ ശ്രേഷ്ഠയായവൾ എന്നും പറയാം. ശിഷ്ടേഷ്ട, ഈ നാമത്തിൻ്റെ അർത്ഥം ശിഷ്ടരെ ഇഷ്ടപ്പെടുന്നവൾ, ശിഷ്ടകർമ്മങ്ങളാൽ പൂജിക്കപ്പെടുന്നവൾ എന്നൊക്കെയാണ് എന്ന് കാണാം. ശാസ്ത്രങ്ങൾ വിധിച്ചിട്ടുള്ള കർമ്മങ്ങൾ ദേവിക്ക് വളരെ പ്രിയമുള്ളതാണ്. വർണ്ണാശ്രമങ്ങൾ അനുസരിച്ച് ദേവി ആരാധിക്കപ്പെടണം, വെറും പുഷ്പങ്ങൾ എന്നിവ കൊണ്ടല്ല എന്ന് പറയുന്നു. ശിഷ്ടപൂജിത, ശിഷ്ടന്മാരാൽ പൂജിക്കപ്പെടുന്നവളാണ് ദേവി എന്ന് ഈ നാമത്തിൽ അർത്ഥമാക്കുന്നു. അപ്രമേയ, ദേവിയെ ഈ നാമം കൊണ്ട് ഇന്ന പ്രകാരമെന്നോ ഇത്രയാണ് എന്നോ അറിയുവാൻ സാധിക്കാത്തവൾ, ബ്രഹ്മാവിനും വിഷ്ണുവിനും മാത്രം അറിയാൻ കഴിയുന്നവൾ, സമുദ്രത്തിൽ നിന്ന് ഉത്ഭവിച്ചവൾ എന്നൊക്കെ വിശേഷിപ്പിക്കുന്നു. ദേവിയെ മുഴുവനുമായി നേരിൽ കാണാൻ സാധിക്കില്ല എന്നും ഉപാസനാ സമയത്ത് ധ്യാനത്തിൽ പ്രത്യക്ഷപ്പെട്ടാലും ഒരു മിന്നൽ മറയുന്നത് പോലെയേ ദർശിക്കാനാവൂ എന്നും പറയുന്നു. അതുകൊണ്ട് ദേവിയുടെ വലുപ്പം എത്രയാണെന്ന് അറിയുവാൻ സാധിക്കില്ല. സ്വപ്രകാശ, സ്വയം പ്രകാശിക്കുന്നവൾ, അതായത് ജ്യോതിസായവൾ, വളരെയധികം ജലമായി ദൃശ്യമായവൾ എന്നൊക്കെ ഈ നാമത്തിന് അർത്ഥം കാണാം. ദേവി ശോഭിക്കുന്നത് മറ്റൊരു ജ്യോതിസിനെ ആശ്രയിച്ചല്ല, മറിച്ച് തൻ്റെ തന്നെ ചൈതന്യം കൊണ്ടാണ് എന്ന് പറയുന്നു. എല്ലാ പ്രകാശങ്ങളും ദേവിയുടെ പ്രകാശത്തിൻ്റെ അംശമാണ് എന്നും കാണാം. സു എന്നാൽ വളരെയധികമെന്നും, അപ്പ എന്നാൽ ജലമെന്നും, പ്രകാശ എന്നാൽ വെളിപ്പെട്ടത് എന്നും അർത്ഥമെടുത്താൽ വളരെയധികം ജലമായി ദൃശ്യമായത് എന്നർത്ഥം വരും. മനോവാചാമ ഗോചര, മനസ്സുകൾക്കും വാക്കുകൾക്കും ഗോചരമല്ലാത്തവൾ, അതായത് വിഷയമല്ലാത്തവൾ, എത്തിപ്പെടാൻ പറ്റാത്തവൾ എന്ന് ദേവിയെ വിശേഷിപ്പിക്കുന്നു. ചിന്തയ്ക്ക് അതീതമാണ് ദേവി എന്ന് അർത്ഥമാക്കുന്നു. 90-ാമത്തെ ശ്ലോകം. ചിച്ഛക്തിശ്ചേതനാരൂപ ജഡശക്തിർജഡാത്മിക ഗായത്രീ വ്യാഹൃതി സന്ധ്യ ദ്വിജവൃന്ദ നിഷേവിത. ചിച്ഛക്തിശ്ചേതനാരൂപ, ഈ നാമം ചിച്ഛക്തി എന്നും ചേതനാരൂപ എന്നും പദം മുറിച്ച് മനസ്സിലാക്കണം. ചിച്ഛക്തി, ചിത്ത്, ശക്തി എന്നിവ കൂടുമ്പോൾ ചിച്ഛക്തിയാകുന്നു. എല്ലാ വസ്തുക്കളിലുമുള്ള ശക്തിയെ, ദേവിയുടെ ശക്തിയെ ആണ് ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ചേതനാരൂപ, ചൈതന്യരൂപിയായവളാണ് ദേവിയെന്ന് ഈ നാമത്തിൽ വിശേഷിപ്പിക്കുന്നു.
അതായത് ദേവി എല്ലാ സത്വങ്ങളിലുമുള്ള ചൈതന്യരൂപമായ ശക്തിയാണെന്ന് സാരം. ജഡശക്തിർ ജഡാത്മിക, ഈ നാമവും രണ്ടായി മനസ്സിലാക്കണം. ജഡശക്തി എന്നും ജഡാത്മിക എന്നും. ജഡശക്തി ജഡത്തിൻ്റെ ശക്തിയായവൾ, ശക്തിരൂപേണ ജഡങ്ങളിൽ സ്ഥിതി ചെയ്യുന്നവൾ എന്നൊക്കെ ഈ നാമത്തിന് അർത്ഥം കാണാം. ചേതന ലേശം പോലുമില്ലാത്ത വസ്തുവിനെയാണ് ജഡമെന്ന് പറയുന്നത്. ജഗത്തിൻ്റെ സൃഷ്ടിക്ക് ഉപയോഗമായ മായയുടെ പരിണാമവിശേഷമാണ് ജഡശക്തി എന്ന് പറയുന്നു. ജഡാത്മിക, ഇവിടെ ജഡ എന്നതിന് ദൃശ്യമെന്ന് അർത്ഥമെടുക്കണം. ദർശന വിഷയമായ പ്രപഞ്ച സ്വരൂപിണിയാണ് ദേവിയെന്ന് ഈ നാമം കൊണ്ട് ദേവിയെ വിശേഷിപ്പിക്കുന്നു. ഗായത്രി, ഗായത്രി മന്ത്രം ഉരുവിടുന്നവരെ രക്ഷിക്കുന്നവൾ, ഗായത്രി ഛന്ദസ്സായത്, ഗായത്രി ദേവിയായുള്ളവൾ, വേദമാതാവ് എന്നൊക്കെ ഈ നാമത്തിന് അർത്ഥം വരും. 4 വേദങ്ങളും ഗായത്രിയിൽ നിന്ന് ഉണ്ടായി എന്ന് കണക്കാക്കുമ്പോൾ ദേവിയെ വേദമാതാവ് എന്ന് വിളിക്കാം. ലളിതാംബിക ഗായത്രിയിൽ നിന്ന് വ്യത്യസ്തമല്ലാത്തതിനാൽ ഗായത്രി തന്നെയാണ് ദേവി എന്നതിനാൽ ഗായത്രി എന്ന ഈ നാമം വരുന്നു. വ്യാഹൃതി സന്ധ്യ, ഈ നാമത്തിന് വ്യാഹൃതി എന്നും സന്ധ്യ എന്നുമായി മനസ്സിലാക്കണം. വ്യാഹൃതി വ്യഹരണം ചെയ്തപ്പോൾ വന്നതെന്നും ഒരു മന്ത്രത്തിൻ്റെ ഉച്ചാരണവുമാണ് എന്നും ഈ നാമത്തിന് അർത്ഥം വരുന്നു. വ്യഹരണ മന്ത്രം കൊണ്ട് സ്തുതിച്ചാൽ ദേവി പ്രത്യക്ഷമാകുമെന്നതിനാൽ ദേവിയെ വ്യാഹൃതി എന്ന് പറയുന്നു. ആ, ഉ, മ, അതായത് ഓം, മഹ, തപ, ജന, സത്യ എന്നിവയെ വ്യാഹൃതികൾ എന്ന് പറയുന്നു. ഇങ്ങനെ വ്യാഹരണം ചെയ്തപ്പോൾ ദേവി പ്രത്യക്ഷമായി എന്നതുകൊണ്ട് ദേവി വ്യാഹൃതിയായി. സന്ധ്യ, സന്ധ്യാദേവിയാണ് ശ്രീ ലളിതാ ത്രിപുരസുന്ദരി എന്ന് പറയുന്നു. സന്ധ്യയിൽ ധ്യാനിക്കുന്നവൾ, ബ്രഹ്മാവിൻ്റെ മാനസപുത്രി, 1 വയസ്സ് മാത്രം പ്രായമായ ബാലിക എന്നൊക്കെ സന്ധ്യ എന്ന നാമത്തിന് അർത്ഥം കാണാം. പകലും രാത്രിയും കൂടിച്ചേരുന്ന സമയം, പുലർച്ചയിലും വൈകുന്നേരവും ഇത് സംഭവിക്കുന്നു. ദൃശ്യമാകുന്ന ബ്രഹ്മശക്തിയാണ് സന്ധ്യ എന്ന ദേവി. അത് ലോകത്തെ ദൃശ്യമാക്കുന്നു, നിലനിർത്തുന്നു, മറയ്ക്കുന്നു എന്ന് പറയുന്നു. സന്ധ്യാസമയത്ത് ദൃശ്യമാകുന്നതിനാൽ ദേവിയെ സന്ധ്യ എന്ന് വിളിക്കുന്നു. സന്ധ്യാസമയത്ത് ദേവിയെ ശ്രദ്ധയോടെ ധ്യാനിക്കണമെന്ന് പറയുന്നു. ബ്രഹ്മാവിൽ നിന്ന് ജനിച്ചതും ബ്രഹ്മാവ് ധ്യാനത്തിലായിരുന്ന സമയത്ത് ജനിച്ചതുമായതുകൊണ്ട് ദേവി സന്ധ്യയാകുന്നു എന്ന് കാളി പുരാണത്തിൽ പറയുന്നുണ്ടത്രേ. ദ്വിജവൃന്ദ നിഷേവിത, 2 ജന്മമുള്ളവരെ ദ്വിജന്മാർ എന്ന് പറയുന്നു. മാതൃഗർഭത്തിൽ നിന്ന് പുറത്തു വരുന്നതുവരെ ആദ്യ ജന്മവും പിന്നീട് മന്ത്രങ്ങളുടെ ശക്തിയെ ധരിക്കുവാനുള്ള ശക്തി നേരിടുവാനായി ഉപനയനം ചെയ്ത് ബ്രഹ്മോപദേശം സ്വീകരിക്കുന്നത് 2ാം ജന്മം എന്നും പറയുന്നു. ബ്രാഹ്മണർ, ക്ഷത്രിയർ, വൈശ്യർ എന്നിവരെ ദ്വിജന്മാർ എന്ന് പറയാമത്രേ. എന്നാലും ഇവിടെ ദ്വിജന്മാർ എന്നുദ്ദേശിക്കുന്നത് വേദാധ്യയനം ചെയ്ത് അതിലെ വിധികൾ പ്രകാരം ജീവിക്കുന്നവരെയാണ്. അവർ സന്ധ്യാദേവിയെ വേണ്ട വിധം ആരാധിക്കുന്നു എന്നതിനാൽ ദ്വിജ സമൂഹങ്ങളാൽ സന്ധ്യാരൂപത്തിൽ ഉപാസന ചെയ്യപ്പെടുന്നവൾ എന്ന് ദേവിയെ ഈ നാമത്തിൽ വിശേഷിപ്പിക്കുന്നു. ഇതോടെ 423 നാമങ്ങളും 90 ശ്ലോകങ്ങളും കഴിഞ്ഞു. ഇനി നമുക്ക് ഇന്നത്തെ 5 ശ്ലോകങ്ങൾ ചൊല്ലാം. പ്രഭാവതി പ്രഭാരൂപ പ്രസിദ്ധ പരമേശ്വരി മൂലപ്രകൃതിരവ്യക്ത വ്യക്താവ്യക്തസ്വരൂപിണി വ്യാപിനി വിവിധാകാര വിദ്യാവിദ്യാസ്വരൂപിണി മഹാകാമേശനയന കുമുദാഹ്ലാദകൗമുദി ഭക്തഹാർദതമോഭേദ ഭാനുമത് ഭാനുസന്തതി ശിവദൂതി ശിവാരാധ്യ ശിവമൂർത്തി ശിവങ്കരി ശിവപ്രിയ ശിവപര ശിഷ്ടേഷ്ട ശിഷ്ടപൂജിത അപ്രമേയ സ്വപ്രകാശ മനോവാചാമഗോചര ചിച്ഛക്തിശ്ചേതനാരൂപ ജഡശക്തിർജഡാത്മിക ഗായത്രി വ്യാഹൃതി സന്ധ്യ ദ്വിജവൃന്ദ നിഷേവിത. നമുക്ക് ദേവിയുടെ കൂടുതൽ നാമങ്ങൾ അടുത്ത വീഡിയോയിലൂടെ മനസ്സിലാക്കാം.